കുറച്ച് നാളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സെൻസർ ബോർഡ് സംഘപരിവാർ സംഘടനകളുടെ അജണ്ടയ്ക്കൊത്തു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അവസാനമായിട്ട് ഇറങ്ങിയ ഹാൽ സിനിമയെ പറ്റിയുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സിനിമയിലെ വിഷയമെന്ന് പറയുന്നത് സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കാണുമ്പോഴാണ് ഇത് കൃത്യം സംഘപരിവാർ സംഘടന എന്താണോ, ഹിന്ദുത്വവാദികൾ എന്താണോ ഈ ഭാരതത്തിൽ ഉദ്ദേശിക്കുന്നത് അത് നിറവേറ്റുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരാൾ ബീഫ് കഴിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം എന്ന് പറയുന്നത്, ഒരു സിനിമയ്ക്ക് അത് കട്ട് ചെയ്ത് കളയണം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് കുറച്ചു നാൾ മുൻപായിരുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയിൽ സെൻസർ ബോർഡ് കത്രിക വെച്ചതിന് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നത്. ആ ഒരു സിനിമയിലെ പ്രശ്നം എന്ന് പറയുന്നത് ജാനകി എന്ന് പറയുന്ന പേരായിരുന്നു. ആ ഒരു പേര് ആ സിനിമയിൽ എവിടെയും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ സിനിമയുടെ ടൈറ്റിലും ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല. പിന്നീട് അതിനൊരു ഇനിഷ്യൽ ഇട്ട് കൊടുത്തപ്പോൾ ഈ പറയുന്ന സെൻസർ ബോർഡിന്റെ വിഷയങ്ങളൊക്കെ മാറി. ഇപ്പോൾ വീണ്ടും ഹാൽ സിനിമയ്ക്കും ഇതുപോലെ കത്രിക പൂട്ടിടാനായിട്ട് സെൻസർ ബോർഡ് തയ്യാറായിരിക്കുകയാണ്. 19ഓളം കട്ടുകളാണ് ഈ ഒരു സിനിമയ്ക്ക് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ പരിശോധിച്ചാൽ അറിയാം, സംഘം കാവൽ അല്ലെങ്കിൽ ബീഫ് ബിരിയാണി കഴിക്കുന്ന ആ ഒരു രംഗങ്ങൾ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് BJP-യുമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ടോ ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ അത്ര പോലും സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സിനിമയെ ചിത്രീകരിക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ അവകാശത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു മൗലിക അവകാശത്തിൽ കത്രിക വെക്കുന്ന രീതിയല്ലേ കണ്ടുവരുന്നത്. അവകാശം മാത്രമല്ലല്ലോ, ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ അല്ലേ. അതിനകത്ത് വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലാതെ ഉണ്ടോ? ഹാൽ സിനിമ, അപ്പൊ അതിനകത്ത് ബീഫ് കഴിക്കുന്ന ഒരു രംഗം, ഇവിടെ ബീഫ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ പോലും ബീഫിനെ നിരോധിക്കണം എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് സെൻസർ ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതെ, അത് മാത്രമല്ല, സംഘപരിവാർ സംഘടനകൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ഇനി ഇവിടെ ചിത്രീകരിക്കാൻ പാടില്ല. ആ ഒരു അജണ്ടയാണ് ഇപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സംഘപരിവാർ എങ്ങനെയാണോ അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു ചിത്രങ്ങൾ പോലും വരാൻ പാടില്ല. ഇവിടെ എല്ലാ പാർട്ടിയും ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത വിവാദങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ഇതിനെ വിമർശിക്കാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ ഇവിടെ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ അവൻ്റെയൊക്കെ അവസ്ഥ ഇതായിരിക്കും എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, സുരേഷ് ഗോപി, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏക MP ആയി BJP MP ആയി ഉയർന്നു പോയിട്ടൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് പോലും ഈ പറയുന്ന സെൻസർ ബോർഡ് കത്രിക വെച്ചെങ്കിൽ സ്വാഭാവികമായി മറ്റു സിനിമകളിൽ കത്രിക വെച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത് ശരിയാണ്. സുരേഷ് ഗോപി, അതായത് BJP-യുടെ ഏറ്റവും വലിയ നേതാവാണ് കേരളത്തിൽ നിന്നുള്ള, അദ്ദേഹത്തിന് പോലും ഒരു രക്ഷയില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട സിനിമാക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. സിനിമാ മേഖലയിൽ ആയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കടുത്ത രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നാലും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കൂടുതൽ സിനിമാ സംഘടനയിലുള്ള ആളുകൾക്കൊക്കെ ഉള്ളത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെ ആ സംഘടനയിലേക്ക് ഉൾപ്പെടുത്തുന്നത് തന്നെ. അപ്പൊ എവിടെയാണെങ്കിലും രാഷ്ട്രീയമുണ്ട്. അപ്പം രാഷ്ട്രീയം ഏതാണെങ്കിലും ഒരു സിനിമയിലൂടെ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ അത് ആ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ. അപ്പൊ അതിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ഹാൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഹലാലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറയുന്നത്. ഈ ഹലാൽ എന്ന് പറയുന്ന വിഷയം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടതാണ്, മുസ്ലിങ്ങളുടെ കടയിൽ കയറാൻ പാടില്ല, അവിടെ സംഭവിക്കുന്നത് ഇതേ കൂട്ട് ഉസ്താദന്മാർ വന്ന് തുപ്പിയിടുന്ന ഭക്ഷണമാണ് ഇവിടെ ഹലാൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം വിവാദങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം കടകളെല്ലാം നിരോധിക്കണം, അല്ലെങ്കിൽ അവിടെ ഒന്നും ആരും കയറാൻ പാടില്ല എന്നുള്ള അജണ്ട അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൊട്ടിപ്പാളിസായി പോയതാണ്. പിന്നീട് ബീഫ് കഴിക്കരുത്, അതും ഒരുപാട് നാളായിട്ട് ഇവിടെ സംഘപരിവാർ സംഘടന അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നതാണ്. അപ്പം ആ അടിച്ചേൽപ്പിക്കാൻ നോക്കിയ ആളുകൾ തന്നെ ഉള്ളിക്കറി കൂട്ടി കഴിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ട്രോളുകളെല്ലാം നമ്മൾ അതിനെപ്പറ്റിയും കണ്ടതാണ്. അപ്പൊ ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അതിനൊരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണണം. കാരണം ഇതെല്ലാം ഇവിടെ നടക്കുന്ന കാര്യമാണ്, നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. അതെ, ഇപ്പോ ഈ ഹാല് സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 19 കട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഹാല് സിനിമ ഇറങ്ങുന്നത് BJP ഭയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്തരത്തിൽ ഉള്ള വാക്കുകൾ, അല്ലെങ്കിൽ ഈ 19 കട്ട് എന്ന് പറയുന്നതും BJP-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുമായി ബന്ധപ്പെടുത്തിയുള്ള വാക്കുകളും ചെറിയ ചെറിയ ദൃശ്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ ആ സിനിമയിൽ എന്താണുള്ളതെന്ന് മറ്റൊരു ചോദ്യം തന്നെയാണ്. ഇതൊക്കെ പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ആ ഒരു സിനിമ പുറത്തിറങ്ങിയാൽ, കട്ടിംഗ് ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങിയാൽ ഒരു പക്ഷേ ഈ പറയുന്ന BJP-യെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് അറിയും എന്നുള്ള ഭയമാണോ ഇവരെ കൊണ്ട് ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്? ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ടൂളാണ്. ആളുകളുടെ ഇടയിലേക്ക് ഒരു സാധനം എത്തിക്കണമെങ്കിൽ അതിൽ ഏറ്റവും നല്ലൊരു ടൂൾ സിനിമകളാണ്.
സിനിമകളിലൂടെയാണ് നമ്മൾ വിപ്ലവങ്ങൾ കണ്ടിട്ടുള്ളത്. അതെ, സിനിമയിലൂടെയാണ് നമ്മൾ ജനാധിപത്യം എന്താണെന്നും അതിനെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത്. സിനിമ വലിയൊരു ടൂളാണ്. പണ്ട് നാടകങ്ങളും അല്ലെങ്കിൽ തുള്ളലുകളും അങ്ങനെയുള്ള ഒരുപാട് കലാരൂപങ്ങളെല്ലാം സൃഷ്ടിച്ചത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. അപ്പം ആക്ഷേപഹാസ്യങ്ങളാണെങ്കിലും ഓട്ടംതുള്ളലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലും അനിവാര്യമായിരുന്നു. അത് മാറി മാറി പിന്നീട് നമ്മൾ നാടകങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് നാടകങ്ങൾ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള വിപ്ലവങ്ങളൊക്കെ. അപ്പം സാധാരണപ്പെട്ട മനുഷ്യരിലേക്ക് അവന് കരുത്തു പകരുവാൻ, അവന് തിരിച്ചറിവ് നൽകുവാൻ ഇതേപോലുള്ള മാധ്യമങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നീട് ഒരു കാലഘട്ടം ഉണ്ടായപ്പോഴത്തേക്കും സിനിമയായിരുന്നു ഏറ്റവും വലിയ മാധ്യമം. രാഷ്ട്രീയം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാൻ, കൃത്യമായ ആളുകളുടെ ഇടയിലേക്ക് ഓരോ കാര്യങ്ങളും എത്തിക്കാൻ ഏറ്റവും പറ്റിയ ഉപാധി എന്ന് പറയുന്നത് സിനിമകൾ തന്നെയായിരുന്നു. ഒരു സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസം 3 ദിവസം നമ്മുടെ മൈൻഡിൽ ആ സിനിമയുടെ നോടും. ഇപ്പം രാഷ്ട്രീയം പറയുന്ന സിനിമകൾ മാത്രമല്ല, സയന്റിഫിക് ആയിട്ടുള്ള എത്രയോ സിനിമകളുണ്ട്. ഈ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 2, 3 അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മുടെ മൈൻഡിൽ അതവിടെ കിടക്കും. ചിലപ്പം ചില രംഗങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കും. അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഇപ്പോഴും നമ്മൾ ആ രംഗങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അത്തരത്തിലൊരു മനുഷ്യനെ എത്രത്തോളം അവനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം ഇമ്പാക്റ്റ് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് BJP കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന കാലഘട്ടത്തിൽ BJPക്ക് എതിരായിട്ട് അല്ലെങ്കിൽ സംഘപരിവാറിനെതിരായിട്ട് ഏതെങ്കിലും സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഭീഷണിയാണ്. ഇനി നീ ഇങ്ങനെ ഇവിടെ ഇറക്കാൻ പാടില്ല. അയാളെ ഉപദ്രവിക്കുകയാണ്. ചിലപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോവും, ഇതുമായി കേസ് വാദിച്ച് ചിലപ്പോൾ വർഷങ്ങളെടുത്തിട്ടായിരിക്കും ഒരു സിനിമ അത് വീണ്ടും റിലീസ് ചെയ്യുന്നത്. അപ്പം സംവിധായകനാണെങ്കിലും ആ സിനിമ സംഘാടകർക്കാണെങ്കിലും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പം നഷ്ടം സംഭവിക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ നിന്നു കൊടുക്കത്തില്ലോ. അപ്പം പ്രൊഡ്യൂസർമാരാണെങ്കിൽ പോലും അതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ വേണ്ടി മാത്രമേ നോക്കത്തുള്ളൂ. അപ്പം 2 കട്ടെങ്കിൽ 3 കട്ട് അല്ലെങ്കിൽ 4 കട്ട് പോന്നത് പോട്ടെ എന്ന് പറഞ്ഞ അവസാനം അവരത് തള്ളിക്കളയും. ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനാണ് ഇവർ നോക്കുന്നത്. അപ്പം ഒരു ഭീഷണിയാണ്. ഇനിയും നീ ഇത്തരത്തിൽ ഇറക്കുകയാണെങ്കിൽ ഇത് ഞാൻ വെട്ടിക്കളയും. ഇപ്പോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ വലിയ പ്രതിഷേധങ്ങളാണ് സിനിമാ സംഘാടകർ എല്ലാവരും തന്നെയും നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും സെൻസർ ബോർഡ് എന്താണോ പറഞ്ഞത് അതിലെത്തിക്കാതെ കാര്യങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലാക്കി അവർ അവസാനം സിനിമയ്ക്ക് ആ ഒരു പേരിന് മാറ്റം വരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ കയ്യിലേക്ക് സിനിമയുടെ ഒരു അധികാരം എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞ എമ്പുരാൻ സിനിമ, ആ ഒരു സിനിമയിലും ഒരു ഷോ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ദിവസം ആ ഒരു സിനിമ തിയേറ്ററിൽ ഓടിയതിനു ശേഷമാണ് ഈ പറഞ്ഞ സീനുകളൊന്നും അതിനകത്ത് പാടില്ല എന്ന് പറഞ്ഞ് കട്ട് വെച്ചിട്ടുള്ളത്. അല്ലെ, ഇവർക്കത് മനസ്സിലായില്ല, അതാണ് വിഷയം. എമ്പുരാൻ സിനിമ എന്ന് പറയുന്നത് ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ്. മോഹൻലാലാണ് അഭിനയിക്കുന്നത്, പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ ഇവരെല്ലാം ഹിന്ദുക്കളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരായിട്ടൊരു സിനിമ ആയിരിക്കത്തില്ല എന്നൊരു ചിന്തയിലാണ് ഇവര് കണ്ടത്. അപ്പം മോഹൻലാലിനെ പോലെ ഒരു നടൻ അഭിനയിക്കുമ്പോൾ അത്തരത്തിൽ വർഗീയതയോ ബാക്കി കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പം അതിനു മുമ്പിട്ട് ലൂസിഫർ സിനിമ നമ്മൾ കണ്ടതാണ്. അതിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. പക്ഷെ ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഇതിൽ തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ ഇതിനൊരു സുവർണ അവസരമായിട്ട് അവര് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് മനസ്സിലായില്ല ഇവരെയാണ് യഥാർത്ഥത്തിൽ ട്രോളുന്നത്, അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിലുണ്ടായത് എന്നൊന്നും ഇവർ തിരിച്ചറിയുന്നില്ല. അപ്പം അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം സിനിമകളെ കൃത്യമായിട്ട് ഇവർ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അതൊരു മാറ്റമാണ്, സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അത് നമ്മൾ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ദോഷമുണ്ടാക്കും. സിനിമാ സംഘാടകരെല്ലാം ഒന്നിച്ച് നിന്ന് ഇതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ കുറച്ചൊക്കെ ഒതുങ്ങും. കാരണം എല്ലാ കാലത്തും ഇവർക്ക് ഏകപക്ഷീയമായിട്ട് നിലപാടുകൾ എടുക്കാൻ കഴിയത്തില്ലല്ലോ. അവർക്ക് പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ സിനിമ തന്നെ നശിക്കുമെന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ മാറ്റാൻ തീരുമാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുക്കാൻ തീരുമാനിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ സമരങ്ങൾ നടത്തിയും പ്രക്ഷോഭങ്ങൾ നടത്തിയും ഒരു കാര്യം അത് തങ്ങൾക്കെതിരാണെങ്കിൽ അത് തങ്ങളുടെ പക്ഷത്താണ് 100% ശരിയെങ്കിൽ അതിനെതിരെ സമരം നടത്താൻ തയ്യാറാകണം. ഇന്ന് ഒരു സിനിമയ്ക്കായിരിക്കും, നാളെ നിങ്ങളുടെ എല്ലാ സിനിമയില് കട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എല്ലാം വാള് വെക്കും. അപ്പൊ ആ ഇപ്പോഴേ വാള് വെച്ചവന്റെ കൈ മുറിച്ചില്ലെങ്കിൽ നാളുകളിൽ ഇനി നല്ല സിനിമകൾ ഇറങ്ങാൻ ഇവിടെ പോകുന്നില്ല. നല്ല സിനിമകൾ ഇറങ്ങിയാലും അത് സംഘപരിവാറിന്റെ അജണ്ടയോടുകൂടി അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി മാത്രമായിരിക്കും നാളുകളിൽ സിനിമ ഇറങ്ങാൻ പോകുന്നത്. ഇതിന് ആരാണ് കൃത്യമായിട്ട് ഡയറക്ഷൻ ചെയ്യേണ്ടത്? ഇപ്പോൾ സുരേഷ് ഗോപി MP ആണ്.
കേരളത്തിലെ ഏറ്റവും വലിയ മന്ത്രിയാണ്, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് പോലും കട്ടുവെച്ചെങ്കിൽ, അദ്ദേഹത്തിന് പോലും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ, അതൊരു പേരാണ് ജാനകി എന്ന് പറയുന്ന പേര്. ജാനകി എന്ന് പറയുന്ന പേര് ഇവിടെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. ഇത് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ഇവിടെ. ഇപ്പൊ ജാനകി എന്ന് പറയുന്ന പേര് രാമായണത്തിലുണ്ട് എന്ന് പറഞ്ഞ് ആ രാമായണത്തിലെ ജാനകിയാണോ? അല്ലല്ലോ. അപ്പൊ ഒരു പേരിൽ പോലും ഇനി നാളെ ആർക്കും പേരിടാൻ പറ്റത്തില്ലല്ലോ കേരളത്തില്. രാമൻ, കൃഷ്ണൻ അങ്ങനെയുള്ള പേരുകളൊന്നും ഈ നാട്ടിൽ ഒരു മനുഷ്യന് പോലും ഇടാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക്, ഇപ്പോൾ ക്രിസ്ത്യ മതത്തിലോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലോ പെട്ട ഒരാളെ കൃഷ്ണാന്നോ കണ്ണാന്നോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ ഹിന്ദു ദൈവത്തിന്റെ പേരടിച്ചു മാറ്റി ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിക്കത്തിൽ നിന്ന് നാളെ ആര് കണ്ട്? അപ്പൊ അത്തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വർഗീയത ആളുകളുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പം അത് സിനിമ എന്ന് പറയുന്ന ഒരു ടൂളിനെ അല്ലെങ്കിൽ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ അത് മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് സിനിമാ മേഖല തന്നെ നശിച്ചു പോകാൻ കാരണമാകും.